ആയുർവേദാധീപനായ ചേർത്തല മരുത്തോട്ടം ശ്രീ ധന്വന്തിരി മഹാക്ഷേത്രത്തിൽ രാമായണ മാസത്തിന് തുടക്കമായി. കർക്കിടകം 1 ആരംഭിച്ച ആചരണം ഓഗസ്റ്റ് 16 വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കും. ചരിത്രപ്രസിദ്ധമായ സാക്ഷാൽ ആയുർവേദാധിപൻ വാണരുളുന്ന ശ്രീ ധന്വന്തിരി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ രാമായണ മാസാചരണം ജൂലൈ 17 തീയതി സമാരംഭിച്ച് ആഗസ്റ്റ് 16 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും രാമായണത്തിൻ്റെ കഥകളെ ആസ്പദമാക്കിയുള്ള വിവിധ പ്രഭാഷണങ്ങൾ നടക്കും. അതുപോലെ തന്നെ 1 തീയതി മുതൽ കർക്കിടക മാസം മുഴുവനും കർക്കിടക മരുന്ന് കഞ്ഞി രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഏറെ പ്രസിദ്ധമായി തന്നെ കരപ്പുറത്ത് തന്നെ ആദ്യമായി നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഈ രാമായണ മാസാചരണമായിട്ട് ശ്രീമദ് വാൽമീകി രാമായണ നവാഹ ജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജൂലൈ 31 തീയതി മുതൽ ആഗസ്റ്റ് 9 തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ജ്ഞാന യജ്ഞം നടത്തപ്പെടുന്നത്. കേരളത്തിലെ തന്നെ വിവിധ പ്രഭാഷകരും ആചാര്യന്മാരും എല്ലാം അണിനിരക്കുന്ന ഈ യജ്ഞത്തിൻ്റെ വിജയത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് കർക്കിടക മരുന്ന് കഞ്ഞി വിതരണം ചെയ്യും. വ്യാഴാഴ്ചകളിലും ഞായറാഴ്ചകളിലും രാമായണത്തിലെ കഥകളെ ആസ്പദമാക്കിയുള്ള വിവിധ പ്രഭാഷണങ്ങളും നടക്കും. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 9 വരെ ശ്രീ വാൽമീകി രാമായണ നവാഹ ജ്ഞാനയജ്ഞം സംഘടിപ്പിക്കും. കർക്കിടക മാസത്തെ കർത്തവാവ് ദിനമാണ് ആചരണത്തിന്റെ പ്രധാന ദിനം. അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും താൾക്കറി ഉൾപ്പെടെയുള്ള ഔഷധക്കറി നൽകും. ഔഷധ നഴ്സറി വിതരണം, വാതരോഗങ്ങൾക്കുള്ള അട്ടയും കുഴമ്പും, ഉദരരോഗ നിവാരണത്തിനുള്ള മുക്കുടി, മരുന്നുകഞ്ഞി തുടങ്ങിയ പ്രത്യേക വഴിപാടുകളും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 16 സമാപന ദിനത്തിൽ രാവിലെ സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്കായി രാമായണത്തെ ആസ്പദമാക്കിയുള്ള പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിക്കും. തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷം 10ാം ക്ലാസ് മുതൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ശ്രീ ധന്വന്തിരി വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് സജി, ദേവസ്വം കമ്മിറ്റി അംഗങ്ങളായ ജയകൃഷ്ണൻ മരുത്തോർവട്ടം, ചന്ദ്രശേഖര കർത്ത തുടങ്ങിയവർ പറഞ്ഞു.